കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ സമരം തുടരുകയാണ്. താമരശ്ശേരി അമ്പലമുക്കിൽ പന്തല് കെട്ടിയാണ് അവരുടെ സമരം. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് തുടരുകയാണ്. ദീപക് തർമ്മണം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ജനകീയ സമരം വീണ്ടും അതിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് പോവുകയാണ്. കാരണം അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ അമ്പലമുക്കിലേക്ക്, അതായത് തൊട്ടടുത്തല്ല, നിരോധനാജ്ഞ പരിധിക്ക് പുറത്ത് അമ്പലമുക്കിൽ ഒരു സമരപ്പന്തൽ കെട്ടിയാണ് സമരം നടത്തുന്നത്. അത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടത്തുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നേരത്തെ നടന്ന അക്രമത്തിൽ ഇപ്പോഴും അറസ്റ്റ് തുടരുന്നുണ്ട്. 16 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എന്നാൽ ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഫ്രഷ് കട്ട് പൂട്ടിക്കുന്നത് വരെ സമരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സമരം നടക്കുന്നത്. അതിനാണെങ്കിൽ UDF-ലെ വിവിധ ഘടകകക്ഷികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി അവിടെ സന്ദർശിച്ചിരുന്നു. DCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ UDF-ൻ്റെ വലിയ സംഘം അവിടെ സന്ദർശിച്ചിരുന്നു, പ്രവീൺ കുമാറിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ സമരത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം വരികയാണ്. കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രാദേശിക വിഷയങ്ങൾ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾ ഇതിന് വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കാൻ UDF-ഉം സജീവമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അതേ സമയത്ത് തന്നെ ഇതിൽ സമരത്തിനകത്തേക്ക് ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിരുന്നു, ഒരു രഹസ്യ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നു. പോലീസിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. അങ്ങനെ വിവിധ പാർട്ടികൾ, കഴിഞ്ഞ ദിവസം SDPയുടെ ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. അങ്ങനെ അറസ്റ്റ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.